നിങ്ങളൊരു സിനിമ കാണാൻ തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? അതായത് റിവ്യൂ നോക്കിയിട്ടാണോ? അതോ നിങ്ങൾ ഒരു നടനെ ഇന്ന നടനുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ? എന്ത് കാര്യത്താലാണ് നിങ്ങളൊരു സിനിമ കാണാൻ തീരുമാനിക്കുന്നത്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സിനിമ കാണാൻ തീരുമാനിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കാം. അവരെങ്ങനെയാണ് സിനിമ കാണാൻ എന്ത് ബേസിലാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് അവരോട് ചോദിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ സിനിമ കാണാൻ തീരുമാനിക്കുക എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതായത് റിവ്യൂ കണ്ടിട്ടാണോ അതോ നിങ്ങളെ കൂട്ടുകാരന്മാര് പറഞ്ഞിട്ടാണോ? എന്തിന്റെ ബേസിലാണ്? ഞാനൊരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാ. ഞങ്ങൾ കുറെ ഫിലിം മേക്കേഴ്സ് ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, അതേപോലെ ഇങ്ങനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ബ്രദർ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒപ്പീനിയൻ കേട്ടിട്ട് ഞാൻ തീരുമാനിക്കുള്ളൂ സിനിമ കാണാൻ. അല്ലാണ്ട് ഇന്ന നടന്റെ സിനിമ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂസ് ചെയ്ത് പോയി സിനിമ കാണാറുണ്ടോ? ഇല്ല. അശ്വന്ത് ഗോക്ക്, ഇങ്ങനെ ആറാട്ടണ്ണൻ അങ്ങനെയുള്ളവരൊക്കെ. ഞാൻ ഒരു നടന്റെ പേരും നോക്കി സിനിമ കാണാൻ പോകാറില്ല. നെവർ ഹാവ് ഡൺ ദാറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ എവർ ഡു ദാറ്റ്. ആക്ടറിനെ നോക്കിയിട്ടാണ്. അപ്പൊ ഇവര് റിവ്യൂ കണ്ടാലൊന്നും ഇപ്പൊ ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടർ ആണെങ്കിലും റിവ്യൂ ഇപ്പൊ മോശമാണെങ്കിലും നിങ്ങൾ കാണാൻ പോകാറുണ്ട്? ആക്ടറിനെ ഇഷ്ടമാണെങ്കിൽ കാണാം. ഇവിടെ നിങ്ങൾ എന്തിന്റെ ബേസിലാണ് റിവ്യൂ നോക്കും? പിന്നെ റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആണെങ്കിൽ നിങ്ങൾ സിനിമ കാണാൻ പോകാറില്ല? അറിയില്ല, പോകും ചിലപ്പോ. നിങ്ങൾ റിവ്യൂ നമ്മുടെ ഇവിടുത്തെ അശ്വന്ത് ഗോക്ക് പോലത്തെ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് റിവ്യൂവേഴ്സ് ഉണ്ട്. അവരൊക്കെ റിവ്യൂ നോക്കി നിങ്ങൾ സിനിമ കാണണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അതായത് റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടോ? കാണണം എന്ന് തോന്നിയാ കാണും, പോയി. അല്ലാതെ റിവ്യൂ നോക്കിയിട്ട് കാണാൻ തീരുമാനിക്കാറില്ല. ഞാൻ സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ അല്ല, ഇപ്പൊ നമ്മളിപ്പോ തിയേറ്ററിലൊക്കെ റിവ്യൂ എടുത്ത് ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ റിവ്യൂ ബേസ് ചെയ്ത് നിങ്ങൾ സിനിമ കാണാൻ തീരുമാനിക്കും? അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഒരു ബേസിക് ഒരു പബ്ലിക് റെസ്പോൺസ് നോക്കാറുണ്ട്. നിങ്ങളോ? സ്ക്രിപ്റ്റ് കഥ നല്ലതാണെങ്കിൽ സിനിമ കാണുമ്പോഴാണ് സിനിമ കാണുന്നതിന് മുമ്പ് നമ്മൾ ആൾക്കാർ പറഞ്ഞു കേൾക്കുമല്ലോ, ആൾക്കാരുടെ റിവ്യൂ ഒക്കെ കേൾക്കുമല്ലോ. അശ്വന്ത് ഗോക്ക് പോലത്തെ ഉണ്ണി ബ്ലോഗ്സ് ഒക്കെ പോലത്തെ അവരുടെ റിവ്യൂ കേട്ടിട്ടാണ് നിങ്ങൾ സിനിമ കാണാൻ തീരുമാനിക്കുന്നത്? അങ്ങനെയല്ല, ജസ്റ്റ് ഒരു പബ്ലിക് ഒപ്പീനിയനും കൂടെ നോക്കും. പിന്നെ ഫ്രണ്ട്സ് കാണുന്നവർ കാണും, ഫ്രണ്ട്സും നമുക്ക് അറിയാവുന്നവരൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂ ഇല്ല. ആ ഒരു ഇതിലാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് സിനിമ കാണാനായിട്ട്? ജോണർ നോക്കും, പിന്നെ ആരാ അഭിനയിക്കണേന്ന് നോക്കും. അതൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കണേ. എന്താ അടിസ്ഥാനത്തിൽ നിങ്ങൾ സിനിമ കാണാൻ തീരുമാനിക്കുന്നത്? റിവ്യൂ നോക്കിയിട്ടാണോ അതൊരു ആക്ടറിന്റെ ബേസിലാണോ? റിവ്യൂ നോക്കാറുണ്ട്, പക്ഷെ എല്ലാ റിവ്യൂ എടുക്കാറില്ല. കാരണം ഓരോ ഡിപ്പെൻസ് അല്ലേ, എല്ലാവർക്കും തോന്നുന്ന അഭിപ്രായം അല്ല നമുക്ക്. അതുകൊണ്ട് നമുക്ക് പറ്റിയ ജോണറായിരിക്കും എപ്പോഴും ചൂസ് ചെയ്യാം. നിങ്ങളോ? കേട്ടില്ല. നിങ്ങൾ സിനിമ കാണാൻ തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? റിവ്യൂ നോക്കിയിട്ടാണ്. നിങ്ങൾ റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടന്റെ സിനിമ കാണാതിരുന്നിട്ടുണ്ടോ? ഇല്ലായിരിക്കണം. ഇല്ല, ചാൻസ് കിട്ടി കാണും, ഇല്ല കാണില്ല. FTFS സിനിമ കാണാൻ പോകാറുണ്ടോ? ഫസ്റ്റ് ഷോ സിനിമ കാണാൻ പോകാറുണ്ടോ? അപ്പൊ അതിൽ റിവ്യൂ നോക്കാതെ നിങ്ങൾ ആക്ടറിന്റെ ബേസ് ചെയ്ത് നോക്കി പോകാറുണ്ടോ? ഇല്ല, അതിന് മുന്നേ ആഡ് ഇറങ്ങുമല്ലോ, ടീസറും ട്രെയിലറും നോക്കിയിട്ട് സിനിമ റിവ്യൂവിനേക്കാൾ ഉൾപ്പെടെ ഞങ്ങൾക്കിപ്പോ ഒരു സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞ് ഒരു തൃപ്തി അത് കിട്ടിയാൽ മതി. അല്ല, നിങ്ങളിപ്പോ ഒരു സിനിമ കാണാൻ തീരുമാനിക്കുന്നത് ഇന്ന നടന്റെ സിനിമ ഇറങ്ങുന്നത് അത് ബേസ് ചെയ്തിട്ടാണോ? അല്ലെങ്കിൽ ഇപ്പൊ അശ്വന്ത് ഗോക്ക്, ഇവിടെയുള്ള അവരുടെ ആറാട്ടണ്ണൻ അങ്ങനെയുള്ളവരൊക്കെ റിവ്യൂ അങ്ങനെയൊക്കെ വന്ന് അത് എങ്ങനെയുണ്ട് നോക്കിയിട്ടൊക്കെയാണോ നിങ്ങൾ? അവരൊക്കെ അവരുടെ റിവ്യൂ നോക്കാൻ പ്രൊമോഷനൊക്കെ എന്തായാലും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പ്രൊമോഷനൊക്കെ വലിയതാണ്. അവര് പ്രൊമോട്ട് ഇപ്പൊ മാർക്ക് പോയാലും പ്രൊമോഷൻ അത്ര ഇല്ലാലും കഥ ഹിറ്റായത് പണ്ട് ട്രെയിലർ ഇറക്കി, പിന്നെ ഓരോ ഇന്റർവ്യൂസിലും ഓരോരുത്തർ പറയും ബ്രൂട്ടലാണെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഹിറ്റാവല്ലോ. അപ്പൊ ഒരു ഒന്നും പറയാണ്ട് ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ പ്രൊമോഷൻ മസ്റ്റാണ്. നമുക്ക് ചിലപ്പോ അതിന്റെ ആ ഒരു സ്റ്റോറി ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. ചിലർക്ക് ചില ലവ് സ്റ്റോറി അങ്ങനെ ഓരോ ഇതുണ്ടല്ല. താങ്കൾ സിനിമ കാണാൻ തീരുമാനിക്കുന്നത് എന്ത് ഒരു അടിസ്ഥാനത്തിലാണ്? ഞാൻ സത്യം പറയാൻ സിനിമ കാണാറില്ല. സത്യം സീരിയസ് ആയിട്ട് ഞാൻ സിനിമ കാണാറേ ഇല്ല. OTT-യിലായാലും തിയേറ്ററിലായാലും എങ്ങും പോകാറില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. സംഭവമാണ്. റിവ്യൂ കണ്ടിട്ട് ആരുടെ റിവ്യൂ കണ്ടിട്ടാണ്? അശ്വന്ത് ഗോക്ക്, ഇവിടുത്തെ ആറാട്ടണ്ണൻ, അങ്ങനെ എന്റർടൈൻമെന്റ് സംഭവം രണ്ടുപേരും പോസ്റ്റ് ചെയ്യുന്നത് മലപ്പുറമുള്ളതാണ്. അമ്മമാരെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്, അമ്മമാരെ ജെന്യൂൻ ആയിട്ട് അമ്മമാർ ചെയ്യുന്നു. ഞാൻ ഏകദേശം അമ്മമാരെ കണ്ടിട്ടാണ് ഞാൻ കാണാറുള്ളത്.
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അവരുടെ റിവ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ റിവ്യൂ സിനിമ കാണും, അത് കണ്ടിട്ടാണ് പോയി കാണുന്നത്. അപ്പോൾ എനിക്കും സെയിം അഭിപ്രായമുണ്ട്. ഞാൻ ഫസ്റ്റ് ഷോ പോയി കാണാറില്ല, ഇപ്പൊ റിവ്യൂ നോക്കിയിട്ടാണ് സിനിമ കാണാൻ പോവാറ്? ചില എനിക്ക് തോന്നുന്ന നടന്മാർ, നമുക്ക് ഇഷ്ടമുള്ള നടന്മാർ ഞാൻ റിവ്യൂ കാണാൻ പോകുന്നില്ല, അവരെ പോയി അത് ആരാ, മമ്മൂട്ടി മോഹൻലാലൊക്കെയാണോ? മമ്മൂട്ടി മോഹൻലാൽ വിജയരൊക്കെയാണ് ഞാൻ ഫസ്റ്റ് പോയി കാണുന്നത്. ഒറ്റ മൈൻഡ്. അതിപ്പോ റിവ്യൂ നോക്കൂല, വിജയ മോഹൻലാല് ഒറ്റ മൈൻഡ് പോയി നമ്മൾ പോയി കാണുന്നത്, അല്ലാതെ ചിലവരെ ഉണ്ട് ചില സിനിമ അല്ലാതെ കിടക്കുന്നത് ഇഷ്ടമാണ്, റിവ്യൂ നോക്കിയിട്ട് കണ്ടാൽ റിവ്യൂ നോക്കിയിട്ടാണ് സിനിമയ്ക്ക് പോവാറുള്ളത്. എന്തായാലും സിനിമ കാണണം. ഇപ്പം എൻ്റെ ഒരു ബേസ് പറയാം, എനിക്കിപ്പോൾ ചില എക്സ്പെക്റ്റേഷൻ ബേസിൽ എക്സ്പെക്ട് ചെയ്യാറില്ല, പിന്നെ കൂടുതലും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ അതിൽ ഉണ്ടോ എന്നുള്ളതിൽ ബേസിൽ നമ്മൾ കയറും. നടന്മാരെ നോക്കിയിട്ടാണ് നിങ്ങൾ പൊതുവെ നോക്കും. റിവ്യൂ നോക്കി സിനിമ കാണാൻ പോവാറുണ്ടോ? ചിലതൊക്കെ കൂടുതലും റിവ്യൂ നോക്കി പോകാം. റിവ്യൂ നോക്കിയിട്ട് അത് മോശമാണെന്ന് വിചാരിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആളുടെ പടം കാണാതിരുന്നിട്ടുണ്ടോ? റിവ്യൂ കണ്ടിട്ട് അതായത് റിവ്യൂല് മോശമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിന്റെ പടം, അത് കണ്ടിട്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ, സിനിമ കാണണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ല ഏട്ടാ, അങ്ങനെയില്ല. നമുക്ക് അങ്ങനെ ഒരു, കാരണം എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കണില്ല, കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോന്നാണ് നോക്കണം. ട്രെയിലറും ടീസറൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എല്ലാവരും നല്ല പ്രതീക്ഷ വെക്കുന്ന സിനിമ എന്തായാലും കാണും. പിന്നെ ഓരോ സിനിമയ്ക്ക് ഓരോന്നും എടുപ്പം. ഇപ്പം ചിലതിൽ മേക്കിംഗ്, ഇപ്പോൾ എമ്പുരാനൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ആൾക്കാർ എന്തെങ്കിലും കുറ്റമൊക്കെ പറയണമെങ്കിൽ അതുപോലെ രീതിയിൽ മേക്ക് ചെയ്യുക എന്നുള്ള നിസ്സാര കാര്യമില്ല. മാർക്കോ ഒരു പൊണ്ണുന്തൻ ഇപ്പോൾ ക്ഷമ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സിനിമയായിട്ട് തന്നെ എടുത്തായി, അല്ലാണ്ട് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓൾറെഡി അവർ പറഞ്ഞാണ് ഈ പടം ഫിലിമാണ്, അഡൽട്ട് കണ്ടന്റ് ഫിലിമാണ്. സോ അപ്പോൾ നമ്മുടെ വേറെ അത് ബാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി ഒരു സെൻസർ ചെയ്ത് ഓരോ കട വന്നതാണ്, സർട്ടിഫിക്കറ്റിൽ തന്നെ വന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ അത് നിർത്തലാക്കേണ്ട പുള്ളി ക്ഷമ പറഞ്ഞു. എനിക്കത് വലിയ ഇതായിട്ട് തോന്നിയില്ല. അതിൻ്റെ മേക്കിംഗ് സംതിങ് നമ്മുടെ ജോൺ വിക് ടൈപ്പാണ്. അത്ര കമ്പയർ ചെയ്യില്ലെങ്കിൽ പോലും അത്ര ലെവൽ നമുക്ക് കൊണ്ടുവരാം. അത്രയും വളർന്നു നമ്മുടെ സിനിമ, അത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളിപ്പോ ഒരു സിനിമ കാണാൻ തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? ഐ മീൻ ടീച്ചർ കണ്ടിട്ടാണോ, അതൊരു ആക്ടറിനെ കണ്ടിട്ടാണോ, ഡയറക്ടറിനെ കണ്ടിട്ടാണോ, എന്ത് ബേസിലാണ് നിങ്ങൾ സിനിമ കാണാൻ തീരുമാനിക്കുന്നത്? ഡയറക്ടറും നോക്കിയില്ല, നമ്മൾ സിനിമ നോക്കാൻ പോകുന്നു. പിന്നെ റിവ്യൂ നിങ്ങൾ നോക്കാറുണ്ടോ? ഐ മീൻ ഇപ്പൊ ഒരുപാട് റിവ്യൂവേഴ്സ് നമുക്ക് ഇപ്പൊ ഉണ്ട്, അപ്പൊ റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾ സിനിമ കാണാൻ തീരുമാനിക്കാറുണ്ടോ? റിവ്യൂല് നമ്മ വല്ല മൈൻഡ് എടുക്കാറില്ല. അതായത് നമ്മ നോക്കിയിട്ട് നമ്മ അതിൻ്റെതായ അഭിപ്രായം നമ്മ അത് വെച്ചിട്ടാണ് നമ്മ പോകാറ്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമ നിങ്ങൾ റിവ്യൂ കാരണം നിങ്ങൾക്ക് പോകാൻ പറ്റാതിരുന്നുണ്ടോ? ഐ മീൻ നിങ്ങൾ കാണാൻ തീരുമാനിച്ചിട്ട് റിവ്യൂ ഒരുപാട് നെഗറ്റീവ് വന്നിട്ട് കാണാതിരുന്നിട്ടുണ്ടോ? അത് അവരുടെ മിസ്റ്റേക്ക് ആണ്. നമ്മളതായാല് നമ്മ നോക്കും, അതിൻ്റെതായ അഭിപ്രായം നമ്മ പറയും. നടൻ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് നിങ്ങൾ കാണാൻ പോകും. നടന് ഏതാണെന്നല്ല, അവർ അഭിനയിക്കുന്നത് നല്ലതാണോ അതും ഒക്കെ. ട്രെയിലർ നമ്മ നോക്കിയിട്ട് പോയാലേ, നമ്മ ഡയറക്റ്റ് നമ്മ മൂവി നോക്കാൻ പോകും. ആരും അഭിപ്രായം നമ്മ കേൾക്കല, അതാണ്.